ഇനി വരുന്ന 1-2 മാസം കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തിരക്കാവുന്ന ഈ മാസം പതിയെ ഒരു 6 മാസത്തിന് ശേഷം ആ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് ഒരുപാട് ഇഷ്ടത്തോടെയും പ്രതീക്ഷയോടും കൂടി എടുത്ത കോഴ്സുകൾ ഡ്രോപ്പ് ചെയ്ത് കുട്ടികൾ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോഴത്തെ റിസർച്ച് ഫൈൻഡിങ് പറയുന്നത് 50% കുട്ടികൾ കോഴ്സുകളിൽ നിന്ന് ഡ്രോപ്പ് ആവുകയാണ്. എന്തുകൊണ്ടാവാം ഇതൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ മകന് അല്ലെ മകൾ 5 lakhs 6 lakhs ഒക്കെ കൊടുത്ത് അവൻ ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് തിരഞ്ഞെടുത്തു. അവൻ പഠിക്കുന്ന ഡൽഹിയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് എന്നൊക്കെ പാരൻസിൻ്റെ ഇടയ്ക്ക് വളരെ പ്രൗഡായി പറയുന്ന കാര്യങ്ങളായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയ ഇന്നത്തെ മോഡേൺ വേൾഡിൽ കുട്ടികൾ സ്വയം ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണെന്ന് സെർച്ച് ചെയ്തതിന് മഡ്മിഷെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. കുട്ടികളുടെ ഏതൊരു ഇഷ്ടവും നേടിക്കൊടുക്കുന്ന പാരൻസ് അത് പഠിക്കാനുള്ള സ്കില്ലുണ്ടോയെന്ന് പോലും അറിയാതെ അവർ ആ കോഴ്സിലേക്ക് എടുത്തു ചാടും. എനിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നതിലുപരി എനിക്ക് ഏത് സ്ഥലത്ത് പഠിക്കണം എന്നതായി കുട്ടികളുടെ താല്പര്യങ്ങൾ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കും. നീറ്റ്, കാറ്റ് പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാംസിന് കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ഇരിക്കുന്ന കുട്ടികളിപ്പോൾ 5-6 തവണയിലേക്കൊക്കെ കൂടാനും അതിലൂടെ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ട്രിഗർ ചെയ്യാനും സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടി. കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് താങ്ങാനാവുന്നതിനേക്കാൾ സാമ്പത്തിക ബാധ്യത അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അബ്രോഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ട്രെൻഡും കൂടി ആകുമ്പോൾ അത്തരം പ്ലാനുകളിലൂടെ ഒരു സാധാരണക്കാരനായ പാരൻറ്റിന് പോവുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കായി മാറിയിരിക്കുന്നു. ഈ ഒരു കാലയളവിൽ കരിയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും കരിയർ ടെസ്റ്റിംഗ് ആണെങ്കിലും അതിലൂടെയുള്ള പ്ലാനിംഗ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th അല്ലെങ്കിൽ +2 കഴിയുന്ന ശേഷം ഏത് സ്ട്രീമിലേക്ക് മാറണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിന് നിങ്ങളെ കരിയർ എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും.